ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് 5, 2024 നടന്ന ക്ലാസ് 5-ൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ ആരംഭിക്കാം. 6 ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. ബാക്കി 4 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്താൽ മതി. ഒരു ആക്ടിവിറ്റി ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. കോംപ്രിഹെൻഷൻ ആണ്. ആൻസർ എനി 4 ആക്ടിവിറ്റീസ് ഫ്രം 2 to 6. അപ്പോൾ ആക്ടിവിറ്റി 2 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ നിന്ന് ഒന്ന് നിങ്ങൾക്ക് ഓപ്ഷനാണ്. ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് കോംപ്രിഹെൻഷൻ വായിച്ച് നോക്കിയാലോ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ടോമി ദ സ്ക്വിറൽ ആൻഡ് ടുട്ടു ദ പപ്പി വർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പം ടോമി ഒരു സ്ക്വിറലാണ്, അണ്ണാനാണ്. ടുട്ടു ഒരു പപ്പിയാണ്. അവർ എന്തായിരുന്നു? ഗുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. ദേ ഓൾവേസ് പ്ലേഡ് ടുഗദർ. അവർ തമ്മിൽ എപ്പോഴും ഒരുമിച്ച് കളിച്ചിരുന്നു. വൺ ഡേ ദേ വെൻറ്റ് ടു ഫോറസ്റ്റ്. ഒരു ദിവസം അവരെങ്ങോട്ട് പോയി? ഫോറസ്റ്റിലേക്ക് പോയി. ആഫ്റ്റർ സം ടൈം ദേ ഫെൽറ്റ് തേഴ്സ്റ്റി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ദാഹം അനുഭവപ്പെട്ടു. ദേ വോക്ക്ഡ് ഇൻ സെർച്ച് ഓഫ് വാട്ടർ. അപ്പോൾ വെള്ളം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അറ്റ് ലാസ്റ്റ് ദേ സോ എ റിവർ. അങ്ങനെ അവർ എന്ത് കണ്ടു? ഒരു പുഴ കണ്ടു, റിവർ കണ്ടു. ടോമി ആൻഡ് ടുട്ടു റാൻ ടു ദ റിവർ ആൻഡ് സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് വാട്ടർ. അവർ രണ്ടുപേരും ഓടിപ്പാൻ എങ്ങോട്ട് പോയി? പുഴയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. സഡൻലി ടോമി സ്ലിപ്ഡ് ഇൻ ടു ദ വാട്ടർ. പിന്നെ പെട്ടെന്ന് എന്താ ഉണ്ടായത്? ടോമി സ്ലിപ്ഡ് ഇൻ ടു ദ വാട്ടർ. ടോമി വെള്ളത്തിലേക്ക് വഴുതി വീണു. ഹെൽപ്പ് ഹെൽപ്പ് ടോമി ക്രൈഡ്. ടോമി സഹായിക്കൂ സഹായിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞു. ടുട്ടു ജംപ്ഡ് ഇൻ ടു ദ റിവർ. എന്ത് ചെയ്തു ടുട്ടു? ടുട്ടു പുഴയിലേക്ക് എടുത്ത് ചാടി. ഗെറ്റ് ഓൺ മൈ ബാക്ക് ടോമി. എൻ്റെ പുറത്ത് കയറൂ, ടുട്ടു സെഡ്. ടോമി ക്ലൈംഡ് ഓൺ ടുട്ടൂസ് ബാക്ക്. ടോമി ടുട്ടുവിൻ്റെ ബാക്കിലേക്ക് കയറി, ചാടി കയറി. ടുട്ടു സ്വാം ടു ദ ഷോർ വിത്ത് ടോമി. അവർ തീരത്തേക്ക് അങ്ങനെ നീന്തി. ടോമി ഹഗ്ഡ് ടുട്ടു ആൻഡ് സെഡ്, യു ആർ മൈ ഫ്രണ്ട്, മൈ റിയൽ ഫ്രണ്ട്, യു സേവ്ഡ് മൈ ലൈഫ്. നീയാണ്. ടോമി ഹഗ്ഡ്. ടോമി കെട്ടിപ്പിടിച്ചിട്ട് ടുട്ടു ആൻഡ് സെഡ്. ടോമി ഹഗ്ഡ് ടുട്ടു ആൻഡ് സെഡ്. ടോമി ടുട്ടുവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. എന്ത് പറഞ്ഞു? യു ആർ മൈ ഫ്രണ്ട്, മൈ റിയൽ ഫ്രണ്ട്, യു സേവ്ഡ് മൈ ലൈഫ്. നീ എൻ്റെ ജീവിതം രക്ഷിച്ചു, ജീവൻ രക്ഷിച്ചു, നീയാണ് എൻ്റെ റിയൽ ഫ്രണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. കണ്ടില്ലേ? പിക്ചർ കണ്ടല്ലോ. ഓക്കെ, ഹൂ വാസ് ടോമീസ് ഫ്രണ്ട്? ആരായിരുന്നു ടോമിയുടെ ഫ്രണ്ട്? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ആരാണ് ടോമിയുടെ ഫ്രണ്ട്? ടുട്ടു. അത് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ഉണ്ടല്ലേ. ടുട്ടു ആർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ടുട്ടു എന്ന് എഴുതാം. വേർ ഡി ടോമി ആൻഡ് ടുട്ടു ഗോ വൺ ഡേ? ഒരു ദിവസം അവരെങ്ങോട്ടാണ് പോയതും? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ദേ വെൻറ്റ് ടു ഫോറസ്റ്റ്. ദേ വെൻറ്റ് ടു ഫോറസ്റ്റ്. അത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് റിവർ ബാങ്ക്. റിവർ ബാങ്ക് എന്ന അർത്ഥം വരുന്ന, അതായത് നദിയുടെ തീരം, നദിയുടെ കര എന്ന അർത്ഥം വരുന്ന ഒരു വേർഡ് ഇതിലുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതേതാണ് ആ വേർഡ്? നമുക്ക് ഇവിടെയൊക്കെ കണ്ടുപിടിച്ചാൽ എവിടെയുണ്ട്? ഷോർ. ഷോർ എന്നാണ് അതിൻ്റെ പേര്. നദീതീര റിവർ ബാങ്കിന് എന്താ പറയുക? ഷോർ. ഹൗ ഡി ടോമി എസ്കേപ്പ്? ടോമി എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ടോമി ക്ലൈംഡ് ഓൺ ടുട്ടൂസ് ബാക്ക്. അതല്ലേ, അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. യു സേവ്ഡ് മൈ ലൈഫ്, ടോമി സെഡ്. ഹൗ ഡിഡ് ഷോ ഹിസ് ലവ്? നീ എൻ്റെ ജീവൻ രക്ഷിച്ചു, ടോമി പറഞ്ഞു. ഹൗ ഡിഡ് ടോമി ഷോ ഹിസ് ലവ്? എങ്ങനെയാണ് ആ സ്നേഹം പ്രകടിപ്പിച്ചത്? ഇവിടെ ഉണ്ടല്ലേ, ടോമി ഹഗ്ഡ് അല്ലേ? ടോമി ഹഗ്ഡ് അല്ലേ? ടുട്ടു. ടോമി ഹഗ്ഡ് ടുട്ടു. അപ്പോൾ എന്താ എഴുതേണ്ടത് ഇവിടെ? ടോമി ഹഗ്ഡ് ടുട്ടു. അപ്പോൾ 5 ക്വസ്റ്റ്യനും കറക്റ്റ് ഈ പറഞ്ഞ ആൻസറൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടുക. വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ? അപ്പോൾ നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ ഇവിടെ ഉണ്ട്. ടുട്ടു ആണ് ആദ്യത്തെ, പിന്നെ ഫോറസ്റ്റ്, ഷോർ, ടോമി ക്ലൈംഡ് ഓൺ ടുട്ടൂസ് ബാക്ക്, ടോമി ഹഗ്ഡ് ടുട്ടു. ഓക്കെ, ഇനി അടുത്തൊരു കോൺവെർസേഷൻ ആണല്ലേ. ദ ലിറ്റിൽ സ്വാളോ ലാൻഡഡ് ജസ്റ്റ് ബിറ്റ്വീൻ ദ ഫീറ്റ് ഓഫ് എ ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസിൻ്റെ കാലിൻ്റെ താഴെ ആരെത്തി? ലിറ്റിൽ സ്വാളോ എത്തി. എ ലാർജ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫെൽ ഓൺ ഹിം. ഒരു വെള്ളത്തിൻ്റെ തുള്ളി മേലെ വീണു. ദ സോളോ ലുക്ക്ഡ് അറ്റ് ഹിസ് ഫേസ്. അപ്പം മേലോട്ട് നോക്കി, ഫേസിലേക്ക് നോക്കി. ദ ഐസ് ഓഫ് ഹാപ്പി പ്രിൻസ് വെർ ഫിൽഡ് വിത്ത് ടീയേഴ്സ്. ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞിരിക്കുന്നു. ദ സ്വാളോ ഫെൽറ്റ്
പിറ്റി ആൻഡ് ആസ്ക്ഡ് ഹൂ ആർ യു. അപ്പോൾ സോളോ വളരെ വിഷമം തോന്നി, ഫെൽറ്റ് പിറ്റി ആൻഡ് ആസ്ക്ഡ് ഹൂ ആർ യു, എന്നിട്ട് ചോദിച്ചു നീ ആരാന്ന്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ സ്വാലോ ആൻഡ് ദ ഹാപ്പി പ്രിൻസ്. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് 5 കോൺവെർസേഷൻ എഴുതിയാൽ മതി, ഹാപ്പി പ്രിൻസും സോളോവും തമ്മിലുള്ള. അപ്പോൾ സോളോ ചോദിക്കാനോ ഹൂ ആർ യു, അപ്പോൾ ഹാപ്പി പ്രിൻസ് പറയണേ ഐ ആം ദ ഹാപ്പി പ്രിൻസ്. ആർ യു സാഡ്, ദുഃഖിതനാണോ? യെസ് ഐ ആം, ദുഃഖിതനാണ്. വൈ ആർ യു വീപ്പിംഗ്, എന്തിനാ നീ കരയുന്നത്? വൈ ആർ യു വീപ്പിംഗ്, വൈ ആർ യു വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, വിഷമിക്കുന്നത്. ദെൻ യു ഹാവ് ക്വയറ്റ് ട്രെൻച്ച്ഡ് മീ. അതാണ് ഇത്രയും ലോങ് സെൻറ്റൻസ് ഒന്നും എഴുതേണ്ടത്, ടെക്സ്റ്റ് ബുക്കിലുള്ള അതേതാണ്. അപ്പോൾ നിങ്ങൾ ചുരുക്കി എഴുതിയാൽ മതി. വെൻ ഐ വാസ് ലൈവ് ഐ ആം എ ഹ്യൂമൻ ഹെഡ്, ഐ ഡിഡ് നോ വാട്ട് ഇയേഴ്സ് വെർ ഫോർ ഐ ലിവ്ഡ് ഇൻ പാലസ്. അങ്ങനെ അതിൻ്റെ കഥ പറയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചുരുക്കി എഴുതിയാൽ മതി. അപ്പോൾ സോളോ പറഞ്ഞു നീഡ് ടു വെറി, വി ക്യാൻ ഫൈൻഡ് എ സൊല്യൂഷൻ. ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം. ഹേ ലിറ്റിൽ സോളോ ക്യാൻ യു ഹെൽപ്പ് മീ. ലിറ്റിൽ സോളോ നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? യെസ് പ്രിൻസ് ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ അങ്ങനെ സഹായിക്കാം. താങ്ക് യു സോ മച്ച് ലിറ്റിൽ ബേർഡ്. ഇങ്ങനെയാണ് ആ ഒരു 5 സെൻറ്റൻസ് നിങ്ങൾ എഴുതിയാൽ മതി. ഐ ആം ദ ഹാപ്പി പ്രിൻസ്, ആർ യു സെഡ് യെസ് ഐ ആം, വൈ ആർ യു. ഇനി അടുത്ത ആക്ടിവിറ്റി ലെറ്റർ ആണ്. ദ പോസ്റ്റ് മാസ്റ്റർ റോട്ട് അനദർ ലെറ്റർ ടു ലെഞ്ചോ, റീഡ് ദ ലെറ്റർ ഗിവൺ ബിലോ. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ വേറൊരു ലെറ്റർ എഴുതി. ഓക്കെ, വെറാക്രൂസ് ഈ ഒരു ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. മൈ ഡിയർ ലെഞ്ചോ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രിഷിയേറ്റ് യുവർ ഫെയ്ത്ത് ഇൻ ഗോഡ്. ആദ്യം തന്നെ നിനക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെ ഞാൻ പ്രശംസിക്കുന്നു. ഇറ്റ് വാസ് ഐ ഹൂ സെൻറ്റ് യു 70 pesos. ഞാനാണ് നിനക്ക് 70 pesos അയച്ചത്. ഐ കളക്റ്റഡ് ഇറ്റ് ഫ്രം മൈ ഫ്രണ്ട്സ് ഇൻ ദ പോസ്റ്റ് ഓഫീസ്. എൻ്റെ പോസ്റ്റ് ഓഫീസിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കളക്ട് ചെയ്തതാണ്. വി കുഡ് കളക്ട് ഓൺലി ദാറ്റ് മച്ച്, നമുക്ക് അത്രേ കളക്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഐ ആം സോറി ദാറ്റ് ഐ പുട്ട് ദ സിഗ്നേച്ചർ ഓഫ് ഗോഡ്. ഞാനാണ് അതിൽ ഗോഡിൻ്റെ സിഗ്നേച്ചർ വെച്ചത്, അതിൽ ഐ ആം വെരി സോറി. പ്ലീസ് ഡു നോട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, എന്നെ നീ തെറ്റിദ്ധരിക്കരുത്. ഗോ വിത്ത് യുവർ കൾട്ടിവേഷനുമായിട്ട് മുന്നോട്ട് പോയിക്കോളും. യു വിൽ ഗെറ്റ് എ നൈസ് ഹാർവെസ്റ്റ് ദിസ് ടൈം. നിനക്ക് നല്ലൊരു ഹാർവെസ്റ്റ് അടുത്ത സമയം ഉണ്ടാകും. മേ ഗോഡ് ബ്ലെസ് യു. വിത്ത് ലവ് പോസ്റ്റ് മാസ്റ്റർ. ഇത് പോസ്റ്റ് മാസ്റ്റർ എഴുതിയ ലെറ്ററാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ ലെഞ്ചോ ഗോട്ട് ദ ലെറ്റർ ഹി ഫെൽറ്റ് സോറി ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ദ പോസ്റ്റ് മാസ്റ്റർ. അപ്പം പോസ്റ്റ് മാസ്റ്റർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതിൽ അവർക്ക് ഭയങ്കര ലെഞ്ചോയ്ക്ക് ഭയങ്കര ഇത് തോന്നി. അപ്പോൾ വാട്ട് വിൽ ലെഞ്ചോ റൈറ്റ് ഇൻ ഹിസ് റിപ്ലൈ. അപ്പോൾ എന്തായിരിക്കും തിരിച്ചുള്ള മറുപടിയിൽ ലെഞ്ചോ എഴുതിയിട്ടുണ്ടാവുക. പ്രിപ്പയർ ദ റിപ്ലൈ ലെറ്റർ റിട്ടൺ ബൈ ലെഞ്ചോ. ലെഞ്ചോ എഴുതിയ ലെറ്റർ എഴുതാനാണ്. അപ്പോൾ നമ്മൾ ഡേറ്റും പ്ലേസും എഴുതുക. പിന്നെ മൈ ഡിയർ ഫ്രണ്ട്, ഐ ഗോട്ട് യുവർ ലെറ്റർ. എനിക്ക് ലെറ്റർ കിട്ടി. ഐ ആം വെരി സോറി, എന്നോട് ക്ഷമിക്കണം. ഐ തോട്ട് ഗോഡ് ഹാഡ് സെൻറ്റ് മീ ദാറ്റ് മണി. ദൈവം അയച്ചതാണെന്ന് ഞാൻ വിചാരിച്ചു. ഐ മിസ്അണ്ടർസ്റ്റാൻഡ് യുവർ ഗുഡ് വിൽ. നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ തെറ്റിദ്ധരിച്ചു. ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ഹെൽപ്പ്. നിങ്ങൾ ചെയ്തു തന്ന ഹെൽപ്പിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ഹെൽപ്പ്. കൺവേ മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ യുവർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനോടൊക്കെ എൻ്റെ നന്ദി അറിയിക്കുക. താങ്കിങ് യു വൺസ് അഗെയിൻ വിത്ത് ലവ് ലെഞ്ചോ. ഇത്രയും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു നോട്ടീസ് എഴുതാനാണ്. യുവർ സ്കൂൾ ഡിസൈഡഡ് ടു ഇൻവൈറ്റ് വൈക്കം വിജയലക്ഷ്മി ടു അഡ്രസ് ദ ചിൽഡ്രൻ ഫോർ ദ ആനുവൽ ഡേ സെലിബ്രേഷൻ. പ്രിപ്പയർ നോട്ടീസ് ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ടു ദ ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേ ഫംഗ്ഷൻ നടക്കുകയാണ്. അതിൽ നിങ്ങൾ ഗസ്റ്റായിട്ട് ആരെയാണ് വിളിക്കുന്നത്? വൈക്കം വിജയലക്ഷ്മിനെയാണ്. അപ്പോൾ അതിനുള്ള കുറച്ചൊരു നോട്ടീസാണ്. സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ, ഡേറ്റ് 20th February 2024. ടൈം തന്നിട്ടുണ്ട്. ഇനാഗ്രേഷൻ ആരാ ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്. കൾച്ചറൽ പ്രോഗ്രാംസ്. അപ്പോൾ നമ്മൾ നോട്ടീസ് എഴുതണമെങ്കിൽ നമുക്കറിയാമല്ലോ, ABC ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് എഴുതുക. ABC ഗവൺമെൻറ് സ്കൂൾ വടകര. നോട്ടീസ് ആനുവൽ ഡേ സെലിബ്രേഷൻ. ഓൾ ദി സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ ആർ ഹിയർ ബൈ നോട്ടിഫൈഡ് ദാറ്റ് അവർ സ്കൂൾ ഈസ് ഗോയിങ് to celebrate its annual day on 20th February 2024. അപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ ഉള്ള അറിവിലേക്കാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡേറ്റ് അവിടെ കൊടുക്കുക. ഓക്കെ, ദ പ്രോഗ്രാം വിൽ ബി ഹെൽഡ് അറ്റ് അവർ സ്കൂൾ ഓഡിറ്റോറിയം ഫ്രം 10 AM to 3 PM. ദ പ്രോഗ്രാം വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ വൈക്കം വിജയലക്ഷ്മി, famous playback singer. There will be many cultural activities such as dance, music and so forth. Students who are interested to participate in the events are requested to contact their respective class teachers.
ഓൾ ആർ വെൽക്കം ടു ദ വണ്ടർഫുൾ ഒക്കേഷൻ. എന്നിട്ട് സൈൻ ചെയ്യുക സെക്രട്ടറി കൾച്ചറൽ കമ്മിറ്റി ABC ഗവൺമെൻറ് സ്കൂൾ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നോട്ടീസിൻ്റെ ഒരു ഫോർമാറ്റ് ഒക്കെ നിങ്ങൾക്കറിയാം. നോട്ടീസ് എഴുതണം, ഏത് സ്കൂളാണെന്ന് എഴുതണം, പിന്നെ എന്താണ് ഫംഗ്ഷൻ എന്ന് എഴുതണം, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഡേറ്റ് എന്നാണ്, ടൈം, വെന്യൂ അങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്തൊരു ഡിസ്ക്രിപ്ഷനാണ്. ടോട്ടോ ചാൻ ആൻഡ് യാഷുക്കി ചാൻ ആർ ദ ഗുഡ് ഫ്രണ്ട്സ്. വൺ സൺഡേ ഈവനിങ് ടോട്ടോ ചാൻ ടുക്ക് യാഷുക്കി ടു ബീച്ച്. അപ്പോൾ ടോട്ടോ ചാനും യാഷുക്കി ചാനും ഇപ്പോൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അവരൊരു ദിവസം ബീച്ചിൽ പോയി. യാഷുക്കി വാസ് സോ happy when he reached there. വളരെ ഹാപ്പി ആയിരുന്നു. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. വാട്ട് ഐഡിയാസ് ഡു യു ഗെറ്റ് ഫ്രം ദീസ് പിക്ചർ. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുക. അവരിങ്ങനെ ആ ഒരു പുഴയുടെ തീരത്ത് സീഷോറിൽ നിൽക്കുകയാണ്. പിന്നെ എന്താ, അവർ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരാൾ വന്ന് ബോൾ ചോദിച്ചു, പിന്നെ അവർ വട്ടം പറപ്പിച്ചു. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒരു സെൻറ്റൻസിൽ എഴുതാനാണ്. ടോട്ടോ ചാൻ ആൻഡ് യാഷുക്കി ചാൻ ആർ വാച്ചിങ് സൺസെറ്റ് ഓൺ ബീച്ച് ബൈ ഹോൾഡിങ് ഹാൻഡ്സ് ടുഗദർ. ദർ ആർ സം പീപ്പിൾ നിയർ ദ എ ബോട്ട് ഈസ് സീൻ നിയർ ടു ദം. ടോട്ടോ ചാൻ ആൻഡ് യാഷുക്കി ചാൻ ആർ പ്ലേയിങ് ഇൻ ദ ബീച്ച്. അവരെങ്ങനെ ബീച്ചിൽ പ്ലേ ചെയ്യാണ്. ടോട്ടോ ചാൻ ആൻഡ് യാഷുക്കി ചാൻ ആർ ഗോയിങ് ടു പ്ലേ ഫുട്ബോൾ ഇൻ എ പ്ലേ ഗ്രൗണ്ട്. ദർ ആർ സം ചിൽഡ്രൻസ് ഓൾസോ പ്ലേയിങ് വിത്ത് ദം. ഇനി അടുത്ത എന്താണ്, ടോട്ടോ ചാൻ ആൻഡ് യാഷുക്കി ചാൻ ആർ ഫ്ലൈയിങ് ഹെഡ്സ് ഇൻ ദ ബീച്ച്. ബോത്ത് ഓഫ് ദം ആർ എൻജോയിങ് ഇറ്റ്. ദേ ലുക്ക് ഹാപ്പി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് അടുത്ത എന്താണ്, എഡിറ്റിംഗ് ആണ്. റീഡ് ദ ഫോളോയിങ് passage and head the words underlined. One day stranger come അല്ല ഇവിടെ വേണ്ടത്, come അല്ല, എന്താണ്, കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് came. അപ്പോൾ came CAME കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോംസ് came. പിന്നെ ഹാംലിൻ, ടു ദ ടൗൺ ഓഫ് ഹാംലിൻ. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും പേര് അല്ലെങ്കിൽ സ്ഥലമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് എഴുതണം, വി ഷുഡ് റൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ നമുക്ക് ഹാംലിനെ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. പിന്നെ ഹി ക്യാരീഡ് എ പൈപ്പ് ഓൺ. പൈപ്പ് ഓൺ എന്നല്ല, പൈപ്പ് വിത്ത് ഹിം. പൈപ്പ് കൊണ്ടുവന്നു വിത്ത് ഹിം. ഹി ഹാഡ് എ സ്റ്റേൺ ലുക്ക് ആൻഡ് വാക്ക്ഡ് സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. STRAIGHT സ്ട്രെയിറ്റ്. ഓക്കെ. ഇനി മേയേഴ്സ് ഓഫീസ് എന്നുള്ളതിന് എന്താണ് തെറ്റ്? മേയേഴ്സ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്താണ്, മേയേഴ്സ് എന്നുള്ളതിന് ഒരു അപ്പോസ്ട്രോഫി എഴുതണം. മേയേഴ്സ് MAYORS മേയേഴ്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം എഡിറ്റിങ്ങിൽ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് എഡിറ്റ് ദ ഫോളോയിങ്. ഇവിടെ എന്താണ്, കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്, കെയിം. അതേപോലെ ഹാംലിന് ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. പിന്നെ പൈപ്പ് വിത്ത് ഹിം എന്നാണ്. ഹി ഹാഡ് എ സ്റ്റേൺ ലുക്ക് ആൻഡ് വാക്ക്ഡ് സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. മേയേഴ്സിന് അപ്പോസ്ട്രോഫി ഇടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ആക്ടിവിറ്റി, പിക്ചർ ഡിസ്ക്രിപ്ഷൻ, നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയാണ് വന്നത്. പിന്നെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ വാച്ച് ചെയ്തവർക്ക് ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. മെജോറിറ്റി ക്വസ്റ്റ്യൻസ്, അതായത് 3 ആക്ടിവിറ്റീസ് നമുക്ക് വന്നത് എന്താണ്, ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഭാഗത്ത് നിന്നാണ്. തേർഡ് ടൈമിൽ നിന്ന് നമുക്ക് ഈ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആനുവൽ എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും അതേപോലെ തേർഡ് ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസൊക്കെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള എക്സാമിനൊക്കെ എല്ലാ ടേമും നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, വെരി